അനധികൃത ഖനനങ്ങൾക്കെതിരെ ഇടുക്കിയിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാവുകയാണ്. അന്വേഷണം ഒരു വഴിക്ക് നടക്കുമ്പോൾ പോലും ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് കരിങ്കല്ല് പൊട്ടിച്ച് കടത്തുന്നുണ്ട്. കാഞ്ചിയാർ വില്ലേജിലെ പടുകയിൽ മാത്രം പ്രവർത്തിക്കുന്നത് 2 പാറമടകളാണ്. കുളത്തിന്റെ വലിപ്പം കൂട്ടാൻ എന്ന പേരിലാണ് പാറ പൊട്ടിച്ച് കടത്തുന്നത്. അനധികൃത പാറമടകൾക്കെതിരെ നടപടിയെടുക്കാതെ അനാസ്ഥ തുടരുകയാണ് വകുപ്പുകളെല്ലാം. കോട്ടയം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് പാറമട പ്രവർത്തിക്കുന്നത്. കാപ്പിത്തോട്ടത്തിന് നടുവിലൂടെയുള്ള മൺപാതയിലൂടെ വേണം ഇവിടെ എത്താൻ. പരിശോധനകൾക്കായി മറ്റാരെങ്കിലും എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശത്താകെ പാറ പൊട്ടിച്ചു കൂട്ടിയിരിക്കുന്നു. 6 മാസത്തോളമായി ദിവസേന നിരവധി ലോഡ് കരിങ്കല്ലാണ് ഇവിടെ നിന്നും കടത്തുന്നത്. കുളം നിർമ്മാണത്തിന്റെ മറവിലാണ് ഇത്തരത്തിലിവിടെ നിന്ന് അനധികൃതമായി പാറഖനനം നടത്തുന്നത്. യാഥാർത്ഥ്യം എന്തെന്നാൽ ഇത്തരത്തിലൊരു കുളം നിർമ്മിക്കാൻ ജിയോളജി വകുപ്പ് സ്ഥലമുടമയ്ക്ക് അനുമതി നൽകിയിട്ടില്ല എന്നതാണ്. ഇവിടെയുണ്ടായിരുന്ന ചെറിയ കുളത്തിന്റെ ആഴവും വലുപ്പവും കൂട്ടാനെന്ന പേരിലാണ് പാറ പൊട്ടിച്ച് കടത്തുന്നത്. പാറ പൊട്ടികൾ സംബന്ധിച്ച് കഴിഞ്ഞ ജനുവരിയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന് പരാതി ലഭിച്ചിരുന്നു. ഉദ്യോഗസ്ഥരെത്തി നടത്തിയ പരിശോധനയിൽ അനുമതി ഇല്ലാതെയാണ് വൻതോതിൽ പാറ പൊട്ടിച്ച് കടത്തിയതെന്ന് കണ്ടെത്തി. തുടർ നടപടികൾക്കായി സ്ഥലത്തിന്റെ സ്ഥിതി സംബന്ധിച്ച രേഖകൾക്കായി ഉടുമ്പൻചോല തഹസിൽദാർക്കും കാഞ്ചിയാർ വില്ലേജ് ഓഫീസർക്കും ജിയോളജി വകുപ്പ് കത്ത് നൽകിയിരുന്നു. എന്നാൽ മറുപടി ലഭിച്ചില്ല. അനധികൃത പാറഖനനം സംബന്ധിച്ച് കട്ടപ്പന പോലീസിനും വിവരം കൈമാറി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസും തയ്യാറായില്ല. ഇതിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു പാറമടയുടെ റിപ്പോർട്ട് ജനം TV കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 2 പാറമടകളും നടത്തുന്നത് ജില്ലയിലെ ഇടത് രാഷ്ട്രീയ നേതാവിന്റെ ബന്ധുക്കളാണെന്നാണ് വിവരം. കുളം നിർമ്മാണത്തിന്റെ മറവിലാണ് ഇത്തരത്തിലിവിടെ നിന്ന് അനധികൃതമായി പാറഖനനം നടത്തുന്നത്. യാഥാർത്ഥ്യം എന്തെന്നാൽ ഇത്തരത്തിലൊരു കുളം നിർമ്മിക്കാൻ ജിയോളജി വകുപ്പ് സ്ഥലമുടമയ്ക്ക് അനുമതി നൽകിയിട്ടില്ല എന്നതാണ്. പടുകയിലെ അനധികൃത പാറമടയിൽ നിന്നും ജോസഫ് മാത്യുവിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.